ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ കെമിസ്ട്രിയിൽ വരുന്ന 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? അപ്പം നിങ്ങൾ അടുക്കളയിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഉപയോഗിക്കലുണ്ടാവില്ലേ? ഈ പാത്രങ്ങളൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാത്രങ്ങളാണ് നിങ്ങൾ അടുക്കളയിൽ കണ്ടിട്ടുള്ളത്? അലൂമിനിയം പാത്രങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കണ്ടിട്ടില്ലേ? കൂടുതലും അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും പാത്രങ്ങളായിരിക്കില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ ചിലപ്പം ചെമ്പിൻ്റെ പാത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങളും ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇതൊക്കെ എന്താണ്? നമ്മളിപ്പം പറഞ്ഞ അലൂമിനിയം, സ്റ്റീല്, ഇരുമ്പ്, ചെമ്പ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ലോഹങ്ങളാണ്. സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ ഒരു ലോഹമല്ല, പല ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്റ്റീൽ. അപ്പോൾ ലോഹങ്ങളാണ് പ്രധാനമായിട്ടും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കൊരു പ്രവർത്തനമാണ് പറയാനുള്ളത്. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ തവിയിടുക, ഒരു മരത്തവിടുക. ഒരു സ്റ്റീലിൻ്റെ സ്പൂണോ കയ്യിലോ ഇടുക, അതേപോലെ തന്നെ മരത്തിൻ്റെ ഒരു സ്പൂണോ കയ്യിലോ ഇടുക. അതിനുശേഷം വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് 2 തവികളും തൊട്ട് നോക്കുക. അപ്പം ഏതിനാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുക? നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെ തവിക്കായിരിക്കും നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുക. അതിനുള്ള കാരണം എന്താണെന്നറിയോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീല് മരത്തിനേക്കാളും നല്ല ഒരു താപചാലകമാണ്. സ്റ്റീലിന് നല്ല രീതിയിൽ ചൂടിനെ അതിലൂടെ കടത്തിവിടാനായിട്ട് സാധിക്കും. മരത്തിന് അത്രത്തോളം അത് പറ്റൂല. അത് കാരണമാണ് സ്റ്റീലിൻ്റെ തവിക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്ന സന്ദർഭം നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെ കൂടിയ ഉയർന്ന തോതിലുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കറണ്ടാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം ആ സമയത്തൊക്കെ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇരുമ്പ് ഒരു ലോഹമാണ്. ലോഹം വളരെ നല്ല വൈദ്യുതചാലകമാണ്. വൈദ്യുതചാലകം എന്ന് പറയുന്ന സമയത്ത് ഈ ലോഹങ്ങൾക്ക് കറണ്ടിനെ നല്ല രീതിയിലായി അതിലൂടെ കടത്തിവിടാനായിട്ട് സാധിക്കും. അപ്പം അന്തരീക്ഷത്തിൽ ഉയർന്ന തോതിലുള്ള വൈദ്യുതി ഉണ്ടാവുന്ന സമയത്ത് ആ വൈദ്യുതി ഇതിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മളിപ്പം പറഞ്ഞത് ലോഹങ്ങളുടെ ഏതൊക്കെ സവിശേഷതകളാണ്? ഒന്ന്, നമ്മൾ താപം കടത്തിവിടാനുള്ള കഴിവ് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് പറഞ്ഞു. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ ഉപകരണങ്ങളുണ്ട്. അപ്പം അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷതയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ഒരു ചുറ്റികയാണ് കൊടുത്തത്. ചുറ്റിക നമ്മൾ ഉപയോഗിക്കുന്നത് ലോഹങ്ങളെ അടിച്ച് പരത്താൻ വേണ്ടിയിട്ടാണ്. ചുറ്റിക ഉപയോഗിക്കുന്നത് ലോഹങ്ങളെ അടിച്ച് പരത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത് ലോഹങ്ങളെ
അടിച്ച് പരത്താൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം അടുപ്പിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഭക്ഷണം പാകം ചെയ്യാണ്. അപ്പം അവിടെ നമ്മൾ ലോഹം അല്ലെങ്കിൽ കുറേ ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന സ്റ്റീലൊക്കെയാണ് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത് താപചാലകതയാണ്. ലോഹങ്ങൾക്ക് താപം കടത്തിവിടാൻ പറ്റും. അങ്ങനെ ലോഹം താപം കടത്തിവിടുന്ന സമയത്താണ് നമുക്ക് ഭക്ഷണം വെന്ത് കിട്ടുക. അപ്പം ആ ഭക്ഷണത്തിലേക്ക് ലോഹത്തിലൂടെ ആ ഒരു താപം വരുന്ന സമയത്താണ് ഭക്ഷണം നമുക്ക് വെന്ത് കിട്ടുക. പിന്നെ അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കറൻറ്റ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈനാണ്. അതിൻ്റെ ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത് വൈദ്യുത ചാലകതയാണ്. ലോഹത്തിൻ്റെ വയറുകൾ ഉപയോഗിച്ചാണ് വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലോഹത്തിൻ്റെ വയറുകൾക്ക് വൈദ്യുതിനെ കടത്തിവിടാനായിട്ട് സാധിക്കും. അതാണ് വൈദ്യുത ചാലകത. അതാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിൻ്റെ വയറാണ്. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഭരണങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത തിളക്കമാണ്. പിന്നെ കുറച്ച് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. മണി കൊടുത്തിട്ടുണ്ട്, ബെല്ല്, വ്യത്യസ്ത ടൈപ്പ് ബെല്ല് കൊടുത്തിട്ടുണ്ട്, സ്കൂളൊക്കെ അടിക്കുന്ന ബെല്ല് കൊടുത്തിട്ടുണ്ട്, സൈക്കിളിൻ്റെ ബെല്ല് കൊടുത്തിട്ടുണ്ട്, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ചേങ്ങില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത് ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലോഹങ്ങളുടെ കുറച്ച് സവിശേഷതകൾ കണ്ടു. ഇനി ബാക്കി സവിശേഷതകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വെള്ളി, അലൂമിനിയം. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള അറിയുന്ന ലോഹങ്ങളാണ്. അതുപോലെ മറ്റ് ലോഹങ്ങളുണ്ട്. വേറെ ഏതൊക്കെയാണ് ലോഹങ്ങളുള്ളത്? സിങ്ക് ഒരു ലോഹമാണ്, ടൈറ്റാനിയം, വനേഡിയം, പ്ലാറ്റിനം, ഇതൊക്കെ ലോഹങ്ങളാണ്. ഇനി ഇവിടെ ലോഹത്തിന് നിർവചനം നൽകാനുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ ലോഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് ലോഹങ്ങളുടെ നിർവചനം പറയാം. ഇനി ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ലോഹത്തിൻ്റെ സവിശേഷത മാല്യബിലിറ്റിയാണ്. മാല്യബിലിറ്റി. അപ്പോൾ ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇവിടെ ഒരു ഇരുമ്പ് പണിക്കാരനാണ്. അപ്പം ഈ ഇരുമ്പ് പണിക്കാരൻ ചുറ്റിക കൊണ്ട് ലോഹ കഷ്ണത്തിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റിക കൊണ്ട് ലോഹ കഷ്ണത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ലോഹ കഷ്ണത്തിന് എന്താണ് സംഭവിക്കുക? ലോഹ കഷ്ണം പരക്കും. അപ്പം ഈ ഒരു സവിശേഷതയാണ് മാല്യബിലിറ്റി എന്ന് പറയുന്നത്. ലോഹത്തിനെ നമുക്ക് അടിച്ച് പരത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സവിശേഷതയാണ് മാല്യബിലിറ്റി. അപ്പം ഇതുപോലെ തന്നെ അലൂമിനിയം കമ്പിനെ നമ്മൾ ചുറ്റിക കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതും പരക്കും. നിങ്ങൾ അലൂമിനിയം ഫോയിൽ കണ്ടിട്ടില്ലേ? അലൂമിനിയത്തിൻ്റെ പരന്ന ഒരു ഷീറ്റ് രൂപത്തിലുള്ള രൂപമല്ലേ അത് അലൂമിനിയം ഫോയിൽ? ഗുളികകൾ, ആഹാര സാധനങ്ങളൊക്കെ പൊതിയാനായിട്ട് ഈ അലൂമിനിയം ഫോയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെയൊക്കെ അലൂമിനിയം എന്ന ലോഹത്തെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ലോഹങ്ങളെ പൊതുവേ നമുക്ക് അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണ് മാല്യബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളെ നമുക്ക് അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ കഴിയും. ഈ സവിശേഷതനെ വിളിക്കുന്ന പേരാണ് മാല്യബിലിറ്റി. മാല്യബിലിറ്റി എല്ലാ ലോഹങ്ങൾക്കുമുള്ള കഴിവാണ്. പക്ഷേ എല്ലാ ലോഹങ്ങൾക്കും മാല്യബിലിറ്റീൻ്റെ അളവ് ഒരുപോലെയല്ല. ചിലതിന് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. മാല്യബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണ്ണമാണ്.
ഈ ലോഹങ്ങളുടെ മാലബിലിറ്റി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മിക്കാനായിട്ട് നമ്മൾ ലോഹ ഷീറ്റുകൾ ഉപയോഗിക്കും. അത് ലോഹത്തിനെ അടിച്ച് പരത്തി മാലബിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്വർണം പോലെയുള്ള ലോഹങ്ങളുടെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ചില സമയത്ത് പരന്ന രീതിയിലാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ നമ്മളതിനെ അടിച്ച് പരത്തും. പിന്നെ മറ്റൊരു എക്സാമ്പിളാണ് അലൂമിനിയം ഫോയിൽ. അപ്പം ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മാലബിലിറ്റിയാണ്. മാലബിലിറ്റി എന്ന് പറയുന്നത് ലോഹങ്ങളെ നമുക്ക് അടിച്ച് പരത്തി തകിടുകളാക്കി മാറ്റാൻ കഴിയും എന്നുള്ള സവിശേഷതയാണ്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ലോഹങ്ങളുടെ അടുത്ത സവിശേഷതയായിട്ടുള്ള ഡക്റ്റിലിറ്റിയാണ്. അപ്പം ഡക്റ്റിലിറ്റി പറയാനായിട്ട് ഇവിടെ ചിത്രത്തിൽ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബൾബിൻ്റെ ഉള്ളിലെ ഫിലമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ നേർത്ത കമ്പിയാണ്. ടങ്സ്റ്റൺ എന്ന ലോഹത്തിൻ്റെ നേർത്ത കമ്പി ഉപയോഗിച്ചാണ് ഈ രീതിയിലുള്ള ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹത്തിനെ നേർത്ത കമ്പിയാക്കി മാറ്റണം. അപ്പം അതിനുവേണ്ടി നമ്മളതിനെ വലിച്ചു നീട്ടണം. ഈ രീതിയിൽ ലോഹങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ലോഹങ്ങളെ വലിച്ചു നീട്ടി നമുക്ക് നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ നമുക്ക് വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ഈ ഒരു ലോഹങ്ങളുടെ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. സ്വർണം, ചെമ്പ്, ഈ ലോഹങ്ങളൊക്കെ നമുക്ക് ഈ രൂപത്തിൽ മാറ്റാനായിട്ട് കഴിയും. അതിൽ ചില ലോഹങ്ങൾക്ക് ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും, ചിലതിന് ഡക്റ്റിലിറ്റി കുറവായിരിക്കും. എത്രത്തോളം ഡക്റ്റിലിറ്റി ഉണ്ട് എന്നത് ആ ലോഹത്തിനെ അനുസരിച്ചിരിക്കും. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണവും പ്ലാറ്റിനുമാണ്. സ്വർണവും പ്ലാറ്റിനുമാണ് ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങൾ. ഇനി ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ: ഒന്ന് വൈദ്യുത കമ്പികൾ, പിന്നെ നമുക്ക് പറയാൻ പറ്റുക ആഭരണങ്ങളിലൊക്കെ നമുക്ക് നേർത്ത കമ്പി ഉപയോഗിക്കണമെങ്കിൽ അവിടെയും പ്രയോജനപ്പെടുത്തുന്നത് ഈ ഒരു ഡക്റ്റിലിറ്റിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ലോഹങ്ങളുടെ സവിശേഷതകൾ ഇനിയുമുണ്ട്. എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.